ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ഒഴിവാക്കാൻ സമ്മർദ്ദം. 2025 സ്വർണ്ണ കവർച്ച പഴയ എഫ്ഐആറിനൊപ്പം ഉൾപ്പെടുത്താനാണ് നീക്കം. ഉന്നതരിലേക്ക് അന്വേഷണം നീളാതിരിക്കാൻ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റും നീണ്ടുപോകുകയാണ്. രാജീവ് വിശദാംശങ്ങൾ നൽകും. രാജീവ്, രണ്ടാമതൊരു എഫ്ഐആർ ഇടും എന്ന് ഒരു ഘട്ടത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ധാരാളം വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ് ഇതിനൊരു തടസ്സമായി നിൽക്കുന്നത്? ഒപ്പം PS പ്രശാന്തിന്റെ അറസ്റ്റ് വൈകുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ് രാജീവ്? ഗൗതം, ആദ്യഘട്ടത്തിൽ 2010 സ്വർണ്ണ കവർച്ചയിൽ 2 എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഒന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലും കട്ടിളപ്പാളികൾ കൊണ്ടുപോയതുമായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ 90 ദിവസം ജയിലിലടയ്ക്കുന്ന സംഭവം ഉണ്ടായി. കുറ്റപത്രം നൽകാത്തതിനാൽ സ്വാഭാവിക ജാമ്യമാണ് ഇവർക്ക് ലഭിച്ചത്. ഇതിനുശേഷമാണ് 2025 സ്വർണ്ണ കവർച്ചയിൽ കൂടി അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ആദ്യഘട്ടത്തിൽ പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആദ്യഘട്ടത്തിലൊക്കെ ഈ 2025 സ്വർണ്ണ കവർച്ചയിൽ മതിയായ അന്വേഷണം നടത്തുന്നില്ല. കാര്യം, ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം പോകുകയാണെങ്കിൽ മറ്റ് ഉന്നതരിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ 2025 അന്വേഷണം ഏത് വിധേനയും അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നു ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നീട് ഹൈക്കോടതി വളരെ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയതോടുകൂടിയാണ് 2025 കൂടി അന്വേഷണത്തിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഭാഗമായി PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ജന TV-യാണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കം ആദ്യം പുറത്തുവിടുകയും ചെയ്തത്. 2025 സ്വർണ്ണ കവർച്ചയിലും PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർക്ക് നിർണായകമായി പങ്കുണ്ട് എന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും മറ്റൊരു തരത്തിലുള്ള കൂടിയാലോചനകൾ കൂടാതെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടുകയാണ്. ഇതിനായുള്ള ഗൂഢാലോചന 2024 മുതൽ തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ കത്ത് പരിഗണിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം വീണ്ടും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നത്. 2019 ഈ വീഴ്ച മറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് 2025 പുതിയ നീക്കം നടത്തിയത് എന്നാണ് SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. ഇതിനൊപ്പം കോടതി പറഞ്ഞിരിക്കുന്നത് SITക്ക് വേണമെങ്കിൽ വീണ്ടും FIR രജിസ്റ്റർ ചെയ്യണോ എന്ന് തീരുമാനിക്കാമെന്നാണ്. ഒന്നുകിൽ 2019 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR അതനുസരിച്ചാണ് നിലവിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നത്. അതിനൊപ്പം ചേർത്തുകൊണ്ട് അന്വേഷണം നടത്താം. അല്ലെങ്കിൽ 2025 കേസ് പ്രത്യേകമായി രജിസ്റ്റർ ചെയ്യാം. ഏതായാലും അക്കാര്യത്തിലാണ് ഇപ്പോൾ വലിയ സമ്മർദ്ദം SIT നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2025 കേസിൽ കൂടി FIR പുതിയതായി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്ന സാഹചര്യമുണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്കിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടാകും. കാരണം 2018 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നതും ഈ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് എന്ന തരത്തിലുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ നിലവിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ പരിശോധിച്ചാണ് ഇത്തരത്തിൽ ഇടപാടുകൾ സംബന്ധിച്ച തെളിവുകൾ SITക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരു സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന യുവതി കൂടി ഇടനിലക്കാരിയായി എന്നതിന്റെ തെളിവുകളും നിലവിൽ SITക്ക് മുന്നിലുണ്ട്. ഇനി 2025 കൂടി FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ തലത്തിലുള്ള അന്വേഷണത്തിലേക്ക് കൂടുതൽ പോകേണ്ടതായി വരും. മാത്രമല്ല, കൂടുതൽ അറസ്റ്റുകൾ ഉൾപ്പെടുത്തേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം നിലവിൽ SITക്ക് മേലുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് UDF സർക്കാരാണെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് SIT നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ FIR വേണ്ട, പഴയ FIR ചേർത്തുകൊണ്ട് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം ചില ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, നമുക്കറിയാം വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച, രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു കൂടിക്കാഴ്ച, ദുരൂഹമായ കൂടിക്കാഴ്ച, ആ രീതിയിൽ നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരക്കിട്ട് തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കാണുന്നു. ശബരിമല കേസിൽ, അതായത് 2025 കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ്, കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. അതും ദുരൂഹമാണ്. അതിനുശേഷമാണ് SITക്ക് മേൽ ഇത്തരത്തിലുള്ള വളരെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നത്. മാത്രമല്ല, കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഏകദേശം 7 ദിവസങ്ങൾ കഴിയുന്നു. അതിനുശേഷവും ഇപ്പോഴും PS പ്രശാന്തിനെ വിളിച്ചു വരുത്തുന്നതിനോ അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്കോ SIT തയ്യാറായിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ ഇത്തരത്തിൽ ഒരു കാലതാമസം നേരിട്ടിട്ടില്ല. ഹൈക്കോടതി നേരിട്ട് നിർദ്ദേശിച്ചിട്ട് പോലും അത്തരം നടപടികളിലേക്ക് നിലവിൽ ഇപ്പോഴും SIT കടക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതും ദുരൂഹമാണ്. വലിയ രീതിയിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം ഒരു വശത്ത് നടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. നേരത്തെ BJP ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്
CBI അന്വേഷണം വേണമെന്ന ആവശ്യമാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയിലും അതിനുശേഷം ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് അത്ര ഒരു കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ്. ഏതായാലും CBI അന്വേഷണത്തിന് ശബരിമല സ്വർണ്ണക്കവർച്ച കൈമാറുമോ എന്ന ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസവും ആഭ്യന്തരമന്ത്രി ചെയ്തിരിക്കുന്നത്. ഏതായാലും UDF ഭരണത്തിലും കൃത്യമായി ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ആരൊക്കെയാണോ പ്രതികൾ അവർക്കെല്ലാം സംരക്ഷണം ലഭിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് UDF ആണെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ കടകം പറഞ്ഞുകൊണ്ട് UDF അധികാരത്തിൽ വരുമ്പോൾ CBIയിലേക്ക് അന്വേഷണം കൈമാറുന്നില്ല. അതേ പോലീസിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഇതിൽ ഉന്നതരെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ബോധപൂർവം തന്നെ നടത്തുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തന്ത്രി കണ്ഠരര് രാജീവരെ ചാരിക്കൊണ്ടാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജീവ്, വ്യക്തമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമതൊരു FIR രജിസ്റ്റർ ചെയ്യുവാൻ ചില തടസ്സങ്ങൾ ബോധപൂർവമായി രൂപപ്പെടുത്തുന്നു. കാരണം ചില ഉന്നതങ്ങളിലേക്ക് അന്വേഷണം പോകാതിരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഒപ്പം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റ് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന വളരെ പ്രസക്തമായ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. രാജീവാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.